വസീഫ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യം വോട്ടർമാർക്കിടയിൽ, നിങ്ങൾ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോളൂ, പക്ഷേ വോട്ടർമാരുടെയിലെ ഈ പ്രധാന ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടിയുണ്ടോ? റജിക്ക് ഇത്രയും സമയം കൊടുത്തിട്ടും അദ്ദേഹം അതിലേക്ക് പോകാനോ പറയാനോ വോട്ടർമാർക്ക് തൃപ്തികരമായൊരു മറുപടി നൽകാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം അദ്ദേഹം മാത്യു കുഴൽനാടൻ്റെ ഇന്നത്തെ പുതിയ എൻട്രിയിലേക്ക് ഒന്ന് പോകാനും ശ്രമിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ താങ്കളുടെ ഇടപെടൽ. ഞാൻ അതിനുശേഷം ലാലിലേക്ക് വരാം. ഈ മാത്യു ഒക്കെ ഒരു കോമഡി അല്ലേ കേരളത്തിൽ? ഇപ്പോൾ കുറച്ചു കാലം ഒന്നുമില്ലായിരുന്നു, ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നും വീണ്ടും വന്നതാണ്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീരാനായല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു വാദപ്രതിവാദങ്ങളൊക്കെ അവസാനിക്കും. അദ്ദേഹത്തിന് മറുപടി കൊടുക്കാനൊന്നും പറ്റില്ല എന്നറിയാം. അനങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് KM ഷാജിയും പറയുന്ന ഒരു വാക്കുണ്ട്. സ്വന്തമായി എന്തുണ്ട്, വക്കീൽ ഓഫീസുണ്ട്. നമ്മളൊക്കെ അത് കേട്ടതാ. എല്ലാം വലിയ മേനി പറഞ്ഞ് കോടതി പോവുകയും ഭയങ്കര രീതിയിൽ പത്രസമ്മേളനം നടത്തി പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് തന്നെ അറിയില്ലേ ഈ സംഭവം കേരളത്തിൽ ഇവരുടെ നേതാക്കന്മാർ, DCC പ്രസിഡന്റ് ഉൾപ്പെടെ പലരും കോടതി പോയതല്ലേ? കോടതി പോയിട്ട് എന്താ സംഭവിച്ചത്? കോടതി എടുത്ത് എറിഞ്ഞില്ലേ? എന്തൊരു വർത്താനം ഇവർ പറയുന്നത്. അതും പൊക്കിപ്പിടിച്ച് വരിക. 2018 ആ 2020 ഒക്കെ ഇടയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ടായി ഇവരുടെ ഈ ആക്ഷേപങ്ങളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ജനവും കോടതിയും എല്ലാം ഇവരെ വിലയിരുത്തി. ഇപ്പോൾ വീണ്ടും പൊക്കി പിടിച്ചു വരിക. എത്ര തവണ ഇവർ കോടതിയിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് ഇതൊക്കെ കൂട്ടിയാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവരുടെ ഉണ്ടയില്ലാ വെടികൾ എല്ലാം ഈ കേരളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുക വാചക കസർത്ത് എന്നതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇവർ പ്രവർത്തിച്ച് കാണിക്കേണ്ട ഒന്നായിരുന്നു ഏത് വയനാട്. അവർക്ക് ആർജവമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, അവർക്ക് സംവിധാനമുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കേണ്ടിയിരുന്നു. ഇവർ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞ് തടിയൂരി രക്ഷപ്പെടുക. ആദ്യം ഇവർ പറഞ്ഞത് എന്താ? എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് പറഞ്ഞില്ലേ ഇവർ? എന്നിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. 2 വർഷമായില്ലേ? എന്നിട്ട് അവർ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നപ്പോൾ ഭൂമി എടുത്തു. അതിനിടയിൽ ആപ്പ് കാണുന്നില്ല എന്ന് ആരോ ചോദിച്ചു മാധ്യമങ്ങളിൽ. നിങ്ങൾ പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് കാണുന്നില്ലല്ലോ, സുതാര്യത ഉണ്ടാകും എന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ VD സതീശൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? അത് ഞങ്ങൾ അവസാനിപ്പിച്ചതാ പറഞ്ഞില്ലേ? മുക്കിയതല്ലേ ഇവർ? പണവും മുക്കി, ആപ്പും മുക്കി. അതാ ഉണ്ടായത്. മുക്കിയത് ആപ്പ്. എന്നിട്ട് പിന്നെ സതീശൻ നല്ല ഒരു ഡിഫൻസ് മെക്കാനിസം, നല്ല സ്ട്രാറ്റജി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. കനകൊലു ഉപദേശിച്ചുകൊണ്ടിരുന്നതാ. മറ്റേ ആൾ പേരാവൂരിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എനിക്കൊന്നും റേഞ്ച് ഉണ്ടാവില്ല. ഈ കനകൊലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ അയാൾ വന്ന് കണക്കങ്ങ് പറഞ്ഞു. കണക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുക, ഞങ്ങളിൽ ആ സ്ഥലത്തിനുള്ള സ്ഥലം വാങ്ങുന്നത്, കച്ചവടം പൂർത്തീകരിക്കാനുള്ള പണം ആയിട്ടില്ല, അതിന് ഇനിയും കുറച്ച് ലക്ഷങ്ങൾ കൂടി വേണം എന്ന്. അതാ ഞങ്ങൾ ചോദിച്ചുള്ളൂ. ആ പണം കൊടുക്കാതെ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത ഇവരെന്തിനാ ഈ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു മാമാങ്കം നടത്തിയത്? തറക്കല്ലിടൽ മാമാങ്കം എന്തിനാ നടത്തിയത്? അതാ ചോദ്യം. ഈ സമൂഹത്തിന് മുമ്പിൽ മറുപടി പറയണ്ടേ ഇവർ? അവരെ പ്രതീക്ഷിച്ച് വീട് വാങ്ങാൻ എന്തായാലും കോൺഗ്രസ്സുകാരായിരിക്കുമല്ലോ നിന്നിട്ടുണ്ടാവുക. ആ കോൺഗ്രസ്സുകാരെ ഇവർ വഞ്ചിച്ചില്ലേ? പിന്നെ ഇദ്ദേഹം പറയുക രക്തസാക്ഷി ഫണ്ട് എന്നൊക്കെ. എന്തൊരു സംസാര! ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ, അതും പുറത്തു പോയി എന്ന് മാത്രമല്ല, പോയി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്താണെന്നറിയാമല്ലോ. ഈ കണക്ക് അവതരിപ്പിക്കുകയും കണക്ക് ആളുകൾ മനസ്സിലാക്കുകയും അത് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാ നിങ്ങൾ പറയുന്നത്? അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാനമോഹിയായ, അധികാരത്തിന് വേണ്ടി കോൺഗ്രസിനോടൊപ്പം വരെ കൂടാൻ മടിയില്ലാത്ത ഇദ്ദേഹം തന്നെ കണക്ക് അവതരിപ്പിച്ചതിൻ്റെ പ്രശ്നമാണ് പറഞ്ഞത്. കണക്ക് അവതരിപ്പിച്ചില്ല എന്നല്ല കേട്ടോ. എന്നാൽ നിങ്ങളോ? ഇവിടെ ഞങ്ങൾ പിരിച്ചത് എന്തിനാണോ ആ പിരിച്ചതിൻ്റെ ആവശ്യങ്ങൾ എല്ലാം നിവർത്തിച്ചിട്ടുണ്ട്. ഏത് ഘട്ടത്തിലും അത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷിയുടെ കുടുംബം സഹായിക്കാൻ, അവർക്ക് വീടുണ്ടാക്കാൻ, കേസ് നടത്താൻ, ഇതെല്ലാം നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ തന്നെ വയനാട്ടിൽ ഞങ്ങൾ പറഞ്ഞത് 25 വീടാ, 100 വീടിനുള്ള പണം കൊടുത്തത്. മനസ്സിലായോ? എന്നിട്ട് ഞങ്ങളുടെ പലിശ എവിടെയെന്നാ നിങ്ങളുടെ നേതാക്കന്മാർ ചോദിക്കുന്നത്. ഉളുപ്പുണ്ടോ അവർക്ക്? ഞങ്ങൾ പിരിച്ച പണത്തിന്റെ പലിശയുടെ അത്ര പോലും പിരിക്കാൻ പറ്റാത്ത ആ യൂത്ത് കോൺഗ്രസിന്റെ വേറെ കുറെ പണിക്ക് പോണ ചെങ്ങായിമാരുണ്ടല്ലോ കേരളത്തിൽ. വീഡിയോ എടുത്തിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഭയങ്കര വീഡിയോ എടുത്തിട്ട് പറയാ ഇവരുടെ പലിശ എവിടെ പോയി? നാണുണ്ട് ഇവർക്ക്. നിങ്ങൾക്കെങ്കിലും പറഞ്ഞു കൊടുത്തൂടെ ഇവന്മാരോട്? ആവശ്യമുള്ളത് ചോദിച്ചാൽ മതിയെന്ന്. ഞങ്ങൾ പിരിച്ച തുകയുടെ പലിശ പോലെ അവർക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ടും ഞങ്ങൾ പോട്ടെ, ഈ സമൂഹത്തിന് മുമ്പിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയാണല്ലോ, അവർ ഉന്നയിച്ചതല്ലേ. ഞങ്ങളുടെ രേഖയൊക്കെ പുറത്തു വെച്ചു. നിങ്ങൾക്ക് വെക്കാൻ പറ്റിയോ? വെക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉദ്ദേശം പൂർത്തിയായോ? ഇല്ലല്ലോ. ഇപ്പോഴും സ്ഥലം വാങ്ങാൻ പറ്റിയോ? ഇത് ഇവിടെ മാത്രമല്ല, പുനർജനി പദ്ധതി ഉണ്ട് അപ്പുറം. അവിടെയുണ്ട് തറക്കല്ലിട്ട് പോയത്. മറന്നുപോയോ നിങ്ങൾ? ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇത്രയേ ഉള്ളൂ.
ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഈ വിഭാഗത്തെ എങ്ങനെ ഈ നാട് വിശ്വസിക്കും? അതാ ചോദ്യം. പറഞ്ഞ വാക്ക് പാലിക്കാൻ അത്യാവശ്യം പണിയെടുക്കണ്ടേ? ഇനി അല്ല, എടുത്ത പണി ഈ നാട്ടിലെ സാധാരണക്കാർ പിരിച്ചു കൊടുത്ത പണം മുഖ്യതാണെങ്കിൽ അത് പറയണ്ടേ, ഞങ്ങൾ ഇതൊക്കെ ചെലവാക്കിപ്പോയി, നാട്ടിൽ കുറെ പരസ്യവും കനകലുവിനും ഒക്കെ കുറെ പൈസ കൊടുക്കേണ്ടിയിരുന്നു, ഞങ്ങൾ അതിനൊക്കെ ചെലവാക്കി എന്ന് പറഞ്ഞാൽ പോരെ? അത് പറയണ്ടേ ഇവര്? ഇപ്പൊ പ്രചരണത്തിൽ വലിയ ബോർഡും ഭയങ്കര പരസ്യവും, എവിടുന്നാ നിങ്ങൾക്ക് പണം? നിങ്ങളുടെ കെ സി വേണുഗോപാൽ എന്താ പറഞ്ഞിരുന്നത്? ഞങ്ങൾ ഭരിക്കാത്ത പാർട്ടിയല്ലേ, ഞങ്ങളിൽ പണമില്ലെന്നാ. ഇപ്പോ അത്യാവശ്യം കേരളത്തിൽ ഇറങ്ങി നടക്കുന്നവർക്ക് അറിയാലോ പണം കൊണ്ട് കളിക്കുന്നത് ആരാന്ന്. ഭരണമില്ലാത്ത കോൺഗ്രസ് അല്ലേ. എവിടുന്നാ പണം? കുറച്ചൊക്കെ സീറ്റ് കച്ചവടം നടത്തി ഈ രേവന്ത് റെഡ്ഡി കൊണ്ടുവന്നോണ്ടാ ഈ രേവന്ത് റെഡ്ഡിനെ എടുത്ത് നടക്കുന്നത്. ഈ തെലങ്കാനയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനത്തൊക്കെ ഈ കെ സി വേണുഗോപാൽ നടത്തിയ ഇടപാടുകൾ ഇവിടെ വന്ന് നിങ്ങളുടെ നേതാക്കന്മാരാ പറയുന്നത്. അവരുടെ പി എമാരെ പുറത്താക്കി. ഇതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. ഇത് പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് മഹിളാ കോൺഗ്രസിന്റെ കുടുംബാംഗം ഇവിടെ വന്ന് പറയാ. അതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ പി എനെ തൽക്കാലം മാറ്റി. എത്ര സംഭവങ്ങളുണ്ട്. കരുണാകരന്റെ പേരിൽ പണം പിരിച്ചില്ല നിങ്ങൾ? എന്തെങ്കിലും ഉണ്ടാക്കിയോ? സ്മാരകം ഉണ്ടാക്കിയോ? അവിടെ പണം തട്ടിയെന്ന് കരുണാകരന്റെ മകള് പറഞ്ഞില്ലേ? നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ. ഗത്യന്തരമില്ലാതെ BJP പോയല്ലോ. പറഞ്ഞില്ലേ അവര്? പണം പിരിച്ച് കരുണാകരന്റെ പേരിൽ പോലും 4 തവണ പണം പിരിച്ച് മുക്കിയ ഈ പാർട്ടിയെ എങ്ങനെ ഈ കേരളത്തിൽ വിദ്യാസമ്പന്നരായ ഈ മനുഷ്യര് വിശ്വസിക്കാൻ പറ്റുമോ ഈ നേതൃത്വത്തെ? അവർ ഈ BJPയുടെ നല്ല പളപളക്കുന്ന നോട്ടുകെട്ടുകൾ കണ്ടാൽ കമന്ന് വീയില്ലേ?